അന്താരാഷ്ട്ര ആയുധക്കടത്തിൽ 4 പേർ പിടിയിലായി. ആധുനിക ആയുധശേഖരവും ഡൽഹി പോലീസ് പിടികൂടിയിട്ടുണ്ട്. സംഘത്തിലെ കണ്ണികൾക്ക് പാകിസ്ഥാൻ താരസംഘടനയായ ISIയുമായി ബന്ധമുണ്ട് എന്ന കണ്ടെത്തലിലേക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് എത്തുകയാണ്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഈ അന്താരാഷ്ട്ര ആയുധക്കടത്തിൽ 4 പേർ പിടിയിലായി എന്ന് പറയുമ്പോൾ ഇവരുടെ ഇവിടുത്തെ ബന്ധങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഇവരുടെ ആയുധക്കടത്ത്? ആരാണ് ഇവരുടെ കസ്റ്റമേഴ്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത ഉണ്ടാകുന്നുണ്ടോ? ആ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ടോ? രതീഷ്, പാകിസ്ഥാനിൽ നിന്നെത്തിയ ആയുധങ്ങളും ആ ആയുധശേഖരവും ആയുധക്കടത്തിലെ കണ്ണികളെയുമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അന്വേഷണ സംഘം ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബ് അതിർത്തിയിലേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇവർ ഈ ആയുധങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് കടത്തുന്നത്. അത് പിന്നീട് ഡൽഹിയിലേക്ക് എത്തുന്നു. ഡൽഹിയിൽ നിന്നാണ് പിന്നീട് വിതരണം നടത്തുന്നത്. ആരാണ് ഈ ആയുധങ്ങളുടെ ബയേഴ്സ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ള വിവരം അന്വേഷണ സംഘം നൽകിയിട്ടില്ല. അതിനെ സംബന്ധിച്ച് അവർക്ക് വിവരമുണ്ട്. കൂടുതൽ പരിശോധനയും അതുപോലെ തന്നെ റെയ്ഡും എല്ലാം നടക്കും. അതിൽ മറ്റുള്ള കണ്ണുകളെയും പിടിച്ചടക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ ഈ അന്വേഷണ സംഘം എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹി ACPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ രോഹിണിയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഈ റെയ്ഡ് നടന്നത്. അതിൽ 4 പേരെ പിടികൂടിയിരിക്കുന്നത്. 4 പേരും ഇന്ത്യക്കാരാണ്. പക്ഷേ പിടിച്ചെടുത്ത ആയുധങ്ങൾ അത് പലതും തുർക്കി നിർമ്മിതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. PX 5.7 എന്ന് പറയുന്ന പിസ്റ്റളുകൾ, അത് സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളുകളാണ്. അത് വലിയ തോതിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 92 കാട്രിഡ്ജുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന് പുറമെ PX3 എന്ന് പറയുന്ന ചൈനീസ് നിർമ്മിത സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളുകളും ഈ സംഘം കടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും അമൃത്സർ അടക്കമുള്ള പഞ്ചാബ് അതിർത്തികൾ വഴി പാകിസ്ഥാനിൽ നിന്നും ഈ ആയുധങ്ങൾ വരുന്നു. അതിന് ഹാൻഡർമാരായിട്ടും അതുപോലെ തന്നെ ഈ സംഘത്തിന് ആയുധങ്ങൾ നൽകുന്നതിൽ ഏറ്റവും പ്രധാനികൾ പാകിസ്ഥാനിലെ ചാരസംഘടനയായിട്ടുള്ള ISI ആണ്. ഇന്ത്യക്കകത്ത് തന്നെ പലയിടത്തും ആക്രമണങ്ങൾ നടത്താനും അതുപോലെ തന്നെ പല കുറ്റകൃത്യങ്ങൾ നടത്താനും വേണ്ടിയിട്ടാണ് ഇന്ത്യയിലകത്തുള്ള ബയേഴ്സിനായിട്ട് ഈ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ബയേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ശരി, സ്ഫോടനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ കുറെ കൂടി ഗൗരവം വരുന്നുണ്ട്. മാത്രമല്ല, ജമ്മു കശ്മീർ അതിർത്തി മേഖലയിൽ ഒരു ഡ്രോൺ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ പരിശോധനകൾ അതിർത്തിയിൽ നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട സംഘത്തെയും ആയുധങ്ങളെയും ഒക്കെ പിടികൂടിയിരിക്കുന്നത്.